നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പവർ ടു ദ പീപ്പിളിൻ്റെ നോട്ട്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ ഇച്ചിരി നോട്ടും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ അതങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് the recommendations of Balwant Rai Mehta Committee and Ashok Mehta Committee that were included in the 73rd and 74th amendments of the Constitution. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 73, 74 അമെൻമെൻറ്റ്സിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെയും അശോക് മേത്ത കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ദ 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം. പഞ്ചായത്ത് സിസ്റ്റം എങ്ങനെയാണ്? 3 tier ത്രിതല പഞ്ചായത്ത് സിസ്റ്റം. അടുത്തത് റിസർവേഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. SC/ST റിസർവേഷൻ ഉൾപ്പെടുത്തി. ദെൻ എലക്ഷൻ, നമ്മുടെ ആ പഞ്ചായത്ത് ഏറ്റവും താഴത്തെ ഗ്രാമപഞ്ചായത്തിൽ ഡയറക്റ്റ് ഇലക്ഷനും അതിൻ്റെ മുകളിലത്തെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഇൻഡയറക്റ്റ് ഇലക്ഷൻ. അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, ഭരണഘടന സാധുത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൽവന്ത് റായ് മേത്ത അശോക് മേത്ത കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് ദ സ്ട്രക്ചർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. കേരളത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ട്രക്ചറാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് രാജ് സിസ്റ്റം ഏതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഏറ്റവും ടോപ്പിൽ, അതിൻ്റെ താഴെ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേരളത്തിലെ സ്ട്രക്ചറാണ് പറയുന്നത്. ആദ്യം പഞ്ചായത്ത് രാജ് സിസ്റ്റം ഏതാണ്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി രൂപീകരിച്ച പഞ്ചായത്ത് രാജ്. അവിടെ 3-tier സിസ്റ്റമാണ്, ത്രിതല സംവിധാനമാണ്. എന്തൊക്കെയാണത്? ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇനി നഗരപാലിക സിസ്റ്റം, അതായത് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി രൂപീകരിച്ച നഗരപാലിക സിസ്റ്റത്തിൽ 2 tiers ആണ്, 2 തലങ്ങളാണ്. ഏതൊക്കെയാണ്? മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും. മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കേരളത്തിൽ മുനിസിപ്പാലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ, കേരളത്തിലെ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന മുനിസിപ്പൽ കൗൺസിൽ എന്നത് കേരളത്തിൽ അറിയപ്പെടുന്നത് മുനിസിപ്പാലിറ്റി എന്ന്, മുനിസിപ്പൽ കോർപ്പറേഷൻ കേരളത്തിൽ അറിയപ്പെടുന്നത് കോർപ്പറേഷൻ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഫ്രം ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഗവൺമെൻറ്റുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സർവീസസ് ഒക്കെ എന്തൊക്കെയാണ്? എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നത്? നോക്കിയുള്ളൂ, ഒത്തിരി ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു 5-6 ഒക്കെ പഠിച്ച് വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. രജിസ്റ്റർ ബർത്ത്സ് ആൻഡ് ഡെത്ത്, ബർത്തും ഡെത്തും അല്ലേ, ജനനം മരണം രജിസ്റ്റർ ചെയ്യുക, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലാണ് ചെയ്യാനുള്ളത്. 2, കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുക. ദെൻ സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി സ്കൂൾസ് ഉണ്ടല്ലോ, പ്രാഥമിക വിദ്യാലയത്തിൻ്റെ മേൽനോട്ടവും അതിൻ്റെ ചുമതലയൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ദെൻ മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെയും അമ്മയുടെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. സാങ്ഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഈ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ഉണ്ടല്ലോ, ബിൽഡിങ്സ് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടുന്ന പെർമിഷന് വേണ്ടിയിട്ടുള്ള സാങ്ഷൻ അതൊക്കെ കൊടുക്കുക. പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുക. എൻഷുർ സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ബെനിഫിഷ്യറി ഡിറ്റർമിനേഷൻ ലിസ്റ്റ്. ഈ ബെനിഫിഷ്യറി ഡിറ്റർമിനേഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് സമർപ്പിക്കുക. അതായത് ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് അവരുടെ ലിസ്റ്റ് കൊടുക്കുക. അതാണ് ബെനിഫിഷ്യറി ഡിറ്റർമിനേഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യുക. പ്രൊട്ടക്ട് റോഡ്സ് ആൻഡ് പബ്ലിക് ലാൻഡ്സ്, റോഡും പിന്നെ പൊതുസ്ഥലങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യുക. കളക്ട് ആൻഡ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുക. ടേക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക. അറേഞ്ച് ദ കണ്ടക്ട് ഓഫ് ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ്. ഈ ഫെയറും ഫെസ്റ്റിവലും ഉണ്ടല്ലോ, എന്തെങ്കിലും മേളകളും ഉത്സവങ്ങളും ഒക്കെ, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തുക, അത് നടത്താൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റവന്യൂ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് എവിടെ നിന്നൊക്കെയാണ് റവന്യൂ ലഭ്യമാകുന്നതെന്ന് ഏതൊക്കെയാണ്? ഒന്നാമത്തത്, വേരിയസ് ടൈപ്സ് ഓഫ് ടാക്സസ് ലൈക്ക് ബിൽഡിംഗ് ടാക്സ്, എംപ്ലോയ്മെൻറ്റ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എക്സെട്ര. വിവിധ തരത്തിലുള്ള ടാക്സുകളിൽ നിന്ന് ലഭ്യമാകുന്നു പണം. ആർക്കാണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് പണം ലഭ്യമാകുന്ന വിവിധ തരത്തിലുള്ള ടാക്സസുകളിൽ നിന്ന്. ആ ടാക്സിന് എക്സാമ്പിളാണ് ബിൽഡിംഗ് ടാക്സ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ട്. ഇനി വേരിയസ് ഫീസ് ലൈക്ക്
പെർമിറ്റ് രജിസ്ട്രേഷൻ എക്സെട്ര പെർമിഷൻ കൊടുക്കാനും പിന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചില ഫീസൊക്കെ അടയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള ഫീസിൽ നിന്ന് ലഭിക്കുന്നു എന്ത് എമൗണ്ട് അല്ലെങ്കിൽ റവന്യൂ ലഭിക്കുന്നു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന്. അടുത്തത് റെൻറ്റ് ഓഫ് ബിൽഡിങ്സ്. ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ചില ബിൽഡിങ്സ് ഒക്കെ കാണും, അതിൻ്റെ റെൻറ്റ് അത് നമ്മൾ റെൻറ്റിന് കൊടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് റെൻറ്റ് ലഭിക്കും. അതും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റവന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്തത് ഗ്രാൻഡ് ആൻഡ് പെനാൽറ്റി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഗ്രാൻഡൊക്കെ ലഭിക്കുന്നെങ്കിൽ അവിടെ അത് ലഭിക്കുന്നു, അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് റവന്യൂ ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ പെനാൽറ്റി, എന്തെങ്കിലും ഫൈനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പെനാൽറ്റി കിട്ടുവാണെങ്കിൽ അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് റവന്യൂ ആണ്. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ലോൺ, പലതരത്തിലുള്ള ലോണുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നു. ദെൻ ബെനിഫിഷ്യറി ഷെയർസ്, ഗുണഭോക്തൃ വിഹിതം, അതാണ് ബെനിഫിഷ്യറി ഷെയർ എന്ന് പറഞ്ഞാൽ. പിന്നെ കോൺട്രിബ്യൂഷൻസ്, വിവിധ സംഭാവനകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് റവന്യൂ ലഭിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കുള്ളൂ, എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്ലാൻ ഷെയർ ഈസ് നോട്ട് അവൈലബിൾ ഓൺ ടൈം. ഈ നമ്മൾ ആസൂത്രണം ചെയ്ത് വച്ചേക്കണ ആ സംഗതി നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷെയർ വേണം, ഒരു എമൗണ്ട് വേണം അല്ലേ? ആ എമൗണ്ട് കറക്റ്റ് സമയത്തിന് കിട്ടാതിരിക്കുക, അതാണ് ഒന്നാമത്തത്. 2, എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ് ആയിട്ട് ഡീസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നില്ല, ആ ഒരു അവസ്ഥ. അടുത്ത മൂന്നാമത്തത്, ദ ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗ്രാമസഭയിൽ ആൾക്കാരുടെ വളരെ കുറച്ചുള്ള പാർട്ടിസിപ്പേഷൻ. അടുത്തത്, ഡിപ്പെൻഡ് പഞ്ചായത്ത്സ് ഓൺ റവന്യൂ ഇൻ ദ റൂറൽ സെക്ടർ, അതായത് പഞ്ചായത്തിൻ്റെ സ്വന്തം റവന്യൂ, റൂറൽ സെക്ടറിലെ പഞ്ചായത്തിൻ്റെ സ്വന്തം റവന്യൂവിൽ ഉണ്ടാകുന്ന ഇടിവ് അല്ലെങ്കിൽ കുറവ്. ഇൻഅഡിക്വസി ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇൻഅഡിക്വസി, പോരായ്മ അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇൻഅഡിക്വസി, പോരായ്മ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മേയർ, ചെയർമാൻ, പ്രസിഡന്റ് എന്നിങ്ങനെ 3 പേര് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇതും തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡ് ആരാണ്, കോർപ്പറേഷൻ്റെ ഹെഡ് ആരാണ്, മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് ആരാണ്, ഇതാണ് നമ്മൾ പരസ്പരം മാച്ച് ചെയ്യാനുള്ളത്. ഏതാ കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ്? ഏതാ ആൻസർ? പ്രസിഡന്റ് എവിടത്തെയാ? പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിലാണ് അല്ലേ? ചെയർമാൻ എവിടെയാ? മുനിസിപ്പാലിറ്റിയിൽ. അതുപോലെ മേയർ എവിടെയാ? കോർപ്പറേഷനിൽ. ഓക്കെ ആണല്ലോ? മേയർ കോർപ്പറേഷൻ, ചെയർമാൻ മുനിസിപ്പാലിറ്റി, പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത്. ഇനി ഹെഡ് ഓഫ് ദി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്, ഹെഡ് ഓഫ് ദി മുനിസിപ്പാലിറ്റി ചെയർമാനാണ്, ഹെഡ് ഓഫ് ദി കോർപ്പറേഷൻ മേയറാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ നോട്ട് ഇവിടെ കംപ്ലീറ്റ് ആയേട്ടാ. അപ്പോൾ ഈ യൂണിറ്റും തീർന്നു, 8ാമത്തെ യൂണിറ്റും തീർന്നു. ഇതുവരെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 9ാമത്തെ യൂണിറ്റ് ക്രിസ്മസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു.